മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. യൂട്യൂബിലൂടെ പറയാൻ വലിയ പ്രാധാന്യമൊന്നുമില്ലാത്തൊരു ചെറിയ വിഷയമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാൻ ഇന്നലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ ഇതിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു കാഴ്ച കണ്ടു. വളരെ 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 പ്രായമായൊരു സ്ത്രീ, മെലിഞ്ഞ് അസ്ഥി കൂടെ മാത്രമേ ഉള്ളൂ. അവരുടെ ശരീരം എല്ലാം കൂടി എടുത്താൽ ഒരു 25 കിലോ ഭാരമേ ഉണ്ടാവുള്ളൂ. ഒരു ഭിക്ഷക്കാരിയാണ്. ആരും അവരെ കൊണ്ട് അവിടെ നിർത്തിയതല്ല, കാരണം അവർ നടന്നു വരുന്നവരാണ്. ഒരു കിടക്കമൊന്നുമല്ല. ഒരു മതിലിനോട് ചാരി ബാങ്കിൽ നിന്ന് വരുന്നവരുടെ മുമ്പിൽ കൈനീട്ടുന്നുണ്ട്. ഞാൻ അവരിങ്ങനെ ആലോചിച്ചു, എൻ്റെ അമ്മ പണ്ട് പ്രായമായപ്പോൾ ഏതാണ്ട് ഈ ലെവലിലേക്ക് എത്താറാവുമ്പോഴാണ് മരിച്ചത്. ഒരു സെക്കൻഡ് ഞാൻ ആലോചിക്കുമ്പോൾ അവർക്ക് ഒരു ഫോൺ കോൾ വന്നു. അവർ മടിയിൽ നിന്ന് മൊബൈലെടുത്ത് അവർ മറ്റേ ആളോട് വളരെ ഫാസ്റ്റായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. തെങ്ങുകയറ്റ തൊഴിലാളിയുടെ കയ്യിൽ മൊബൈൽ കണ്ടിട്ടുണ്ട്, ഹെഡ്ലോഡ് വർക്കേഴ്സിൻ്റെ കയ്യിൽ മൊബൈൽ കണ്ടിട്ടുണ്ട്, ഓട്ടോ ഡ്രൈവറുടെ കയ്യിൽ മൊബൈൽ കണ്ടിട്ടുണ്ട്, പച്ചക്കറി കച്ചവടം നടത്തുന്നവരുടെ കയ്യിൽ മൊബൈൽ കണ്ടിട്ടുണ്ട്, മുക്കുവന്മാരുടെ കയ്യിൽ മൊബൈൽ കണ്ടിട്ടുണ്ട്, വീട്ടിൽ വരുന്ന ജോലിക്കാരിയുടെ കയ്യിൽ മൊബൈൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സ്ത്രീ കയ്യ് നീട്ടി ഭിക്ഷക്കാശ് ചോദിക്കുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഞാൻ കണ്ടത്. ഒരു കാരണവശാലും തെറ്റിദ്ധരിച്ചേക്കല്ലേ ഭിക്ഷക്കാരെ അവിടെ നിർത്തിയിട്ട് പൈസ ഉണ്ടാക്കുന്ന ഏജന്റിന്റെ ആളാണ് അവരെന്ന്. ഒരിക്കലും അല്ല, അങ്ങനെ അല്ല അവർ, എനിക്ക് ഉറപ്പാണ്. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് പരിചയമില്ലാത്ത ഒരാള് അടുത്തു കൂടെ വന്നപ്പോൾ ഈ സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അയാളോട് പറഞ്ഞു, എനിക്ക് പരിചയമുള്ള ആളല്ല. ഭാരതത്തിന്റെ മാറ്റം നോക്കാം. ആഗസ്റ്റ് 15-ാം തീയതി രാവിലെ 8 മണിക്ക് ഭാരതത്തിലുള്ള മൊബൈൽ ഫോണിന്റെ എണ്ണം 100 കോടിയാണ്. ഈ കഴിഞ്ഞ ആഗസ്റ്റ് 15-ാം തീയതി രാവിലെ 8 മണിക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം 100 കോടി മൊബൈൽ ഫോൺ ഭാരതത്തിലുണ്ട്. 25 കോടി ലാൻഡ് ഫോണും ഉണ്ട്. ഉപഭോക്താക്കളുണ്ട്. ഫോൺ ഉണ്ടെന്നല്ല, ഉപഭോക്താക്കളുണ്ട്, രജിസ്റ്റർ ചെയ്തിരിക്കുന്നവർ. ഏതാണ്ട് ഈ ഡിസംബർ 31 ആവുമ്പോൾ അത് 127 കോടിയും ക്രോസ് ചെയ്യുമെന്ന് ഉറപ്പാണ്. അത്രയും അധികം ഫാസ്റ്റായിട്ട് മൊബൈൽ ഫോൺ കമ്പനികൾ അവരുടെ പ്രോഡക്റ്റുകളും സർവീസുകളും കൊടുക്കുമ്പോൾ എല്ലാവർക്കും 1, 2, 3, 4 മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഭിക്ഷക്കാരി എങ്ങനെയാണ് അവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, അവർ നടന്നു വരുന്നു, എല്ലാമുണ്ട്. അപ്പം നമ്മുടെ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച മാത്രമല്ല, അതിൻ്റെ പുറകില് ജനങ്ങളിൽ ഉണ്ടാകുന്ന വീക്ഷണ വ്യത്യാസം. ഏത് അൾട്രാ മോഡേൺ ഫെസിലിറ്റിയും ഉപയോഗിക്കാനുള്ള ടെക്നോഫോബിയ ഇല്ലാത്തൊരു മനസ്സ് ആർക്ക് വേണമെങ്കിലും അത് ഉപയോഗിക്കാം. കൂടുതലായിട്ട് അവർക്ക് മൊബൈൽ ഫോണിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടെങ്കിലും ഇങ്ങോട്ട് വിളിക്കാനും അങ്ങോട്ട് വിളിക്കാനും അറിയാവുന്ന ഒരു ലെവലിലേക്ക് അവരെത്തി എന്നുള്ളതാണ് വസ്തുത. ഇനി ഇതിനെക്കുറിച്ച് ഏതെങ്കിലും ചോദ്യം ചോദിക്കാനോ ചർച്ച ചെയ്യാനോ നമ്മൾ വരുമ്പോഴുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ചിന്തിക്കാനുള്ളത്, മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രം, അസാധാരണമാം വിധത്തിൽ ടെക്നോളജി ഇന്നോവേഷനിൽ ഏറ്റവും ഉയരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രം, ലോകത്തിലെ സമ്പത്ത് ഏറ്റവും കൂടുതലുള്ള രാഷ്ട്രങ്ങളിൽ 7ാമത്തെ സ്ഥാനത്തെത്തി നിൽക്കുന്ന ഭാരതം, ക്രിയേറ്റിവിറ്റി ഇന്നോവേഷനിലെ GIIL ഇൻഡെക്സിൽ 67-ൽ നിന്ന് 19ാമത്തെ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ റെഡ് ടൈപ്പിസം, കൈക്കൂലി, അത് കുറഞ്ഞു വന്ന് നമ്മളുടെ സ്ഥാനം 12ലേക്ക് എത്തിയിരുന്നു. ഏതാണ്ട് 80-ലൊക്കെ നിന്നിരുന്നതാണ്. ഭാരതം അസാധാരണമായി വികസിക്കുന്നു. 38.7 കോടി സ്ത്രീകൾ ജൻധൻ യോജനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഈ കാർഷിക വിളവെടുപ്പിന്റെ ഇൻഷുറൻസ് 4 കോടി കർഷകര് അതിലവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇതൊക്കെ ഈ 1 വർഷം കൊണ്ട് നടന്ന മാറ്റാണ്, അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട്. ഒരു കാര്യം ഒരിക്കലും മറക്കുന്നില്ല,
ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ആരംഭിച്ചത് നരസിംഹറാവുവാണ്. അതിൽ ഒരു സംശയമില്ല. ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന ആ ഉജ്ജ്വല പ്രധാനമന്ത്രിക്ക് എന്തെല്ലാം പരിമിതികൾ ചുറ്റുപാടിൽ നിന്നുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹവും ഏറ്റവും ഗംഭീരമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മിനിഞ്ഞാന്നത്തെ 3 ദിവസം മുമ്പുള്ള പത്രത്തിൽ ഈ ബിസിനസ് ലൈനിൽ ഞാൻ കാണുകയുണ്ടായി. 2ാമത്തെ പേജ് ഫുൾ അഡ്വർടൈസ്മെന്റ് ആണ്. 3.5 മുതൽക്ക് 5 കോടി വരെ യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്ന 3.5 കോടി മുതൽക്ക് 5 കോടി വരെ യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്ന വിമാനത്താവളങ്ങള്, എയർപോർട്ടുകളില് ബെസ്റ്റ് എയർപോർട്ട് ഇൻ ദ വേൾഡ്, ബെസ്റ്റ് എയർപോർട്ട് ഇൻ ദ വേൾഡ് ആയിട്ട് ബോംബെയിലെ ഛത്രപതി ശിവജി എയർപോർട്ടിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ബെസ്റ്റ് എയർപോർട്ട് ഇൻ ഇന്ത്യയല്ല, ഏഷ്യയല്ല, ഇൻ ദ വേൾഡ് ആയിട്ട് ഛത്രപതി ശിവജി എയർപോർട്ടിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. 3.5 കോടി മുതൽക്ക് 5 കോടി വരെയുള്ള യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിൽപ്പെടുന്ന എയർപോർട്ടുകളെ ഇവാലുവേറ്റ് ചെയ്തതിന്റെ പുറത്താണ്. സാധാരണ ലോകത്തിലെ ഏറ്റവും അധികം എയർപോർട്ടുകൾ ഈ കാറ്റഗറിയിൽ പെടുന്ന എയർപോർട്ടുകളാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ ബെസ്റ്റ് എയർപോർട്ടായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ എണ്ണി എണ്ണി പറയാവുന്ന നേട്ടങ്ങളുടെ പരമ്പരകൾ നമ്മുടെ രാഷ്ട്രത്തിൽ ഉണ്ടാവുമ്പോൾ ദുഃഖകരമായിട്ടുള്ള വസ്തുത, നമ്മുടെ പത്രമാധ്യമങ്ങൾ അതിനെക്കുറിച്ച് ഒരു പ്രാധാന്യം കൊടുക്കാറില്ല. ഏതാണ്ട് വിദേശത്തിലെ പത്രങ്ങൾ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന മാതിരിയാണ് ഇവിടെയുള്ള പത്രങ്ങളൊക്കെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തെറ്റുകൾ മാത്രം, ദോഷൈക ദൃക്ക് മാത്രം ചൂണ്ടിക്കാണിക്കുകയും ഒരു പ്രാധാന്യവും കൽപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത വാർത്തകൾക്ക് അസാധാരണ പ്രാധാന്യം കൽപ്പിക്കുകയും, ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിൽ ഈ വെമൂല എന്ന് പറയുന്ന ആള് ദളിതനേ അല്ല എന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടുപിടിച്ചത്, അത് വാർത്തയേ അല്ല, അത് ദളിതനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഭാരതത്തിൽ അടിമുടി വിപ്ലവം ഉണ്ടാക്കിയത് ഈ പത്രമാധ്യമങ്ങൾ. അങ്ങനെ ദളിതനേ അല്ല, ഫോർവേഡ് കാസ്റ്റിലെ ആളാണെന്ന് അറിയിച്ചതും. അതേപോലെ തന്നെ ഡൽഹിയില് JNUവില് ഈ 18 പേര് ദേശദ്രോഹ മുദ്രാവാക്യം വിളിച്ചു എന്നും ദേശദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്തു എന്നും എൻക്വയറി കമ്മിറ്റി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും അവർക്കെതിരെ അറസ്റ്റ് വാറന്റും എല്ലാം പ്രഖ്യാപിച്ചു. അതൊന്നും മാതൃഭൂമിയിൽ വാർത്തയേ അല്ല, ചെറിയൊരു വാർത്തയാണ്. പക്ഷെ എന്തായിരുന്നു മാതൃഭൂമിയും മനോരമയും ഇവിടുത്തെ പത്രങ്ങളുമൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ദേശദ്രോഹം ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിന്റെയും എല്ലാം പേരില് അവാർഡ് വാപസിയും ഇന്റലക്ച്വൽ ആയിട്ടുള്ളവരുടെ പ്രതികരണവുമെല്ലാം ഇത്രയും ദേശദ്രോഹം ചെയ്തതിന് കൂട്ടുനിന്ന പത്രമാധ്യമങ്ങള് അവർ ഈ നന്മകളൊക്കെ പറയും, എഴുതുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് പത്രസ്വാതന്ത്ര്യത്തിന്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും പേരില് സ്വന്തം അമ്മയെ വേശ്യ എന്ന് വിളിക്കലാണ് സത്യസന്ധമായിട്ടുള്ള പത്രപ്രവർത്തനം എന്ന് ധരിക്കുന്ന ഒരു വിഭാഗം TV ചാനലുകാരും പത്രക്കാരുമൊക്കെ ഇരിക്കുമ്പോൾ ഈ നല്ല ഒരു വയസ്സായിട്ടുള്ള ഭിക്ഷക്കാരി അവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ലെവലിലേക്ക് ഭാരതം ഉയർന്നു എന്നും ഭാരതത്തിലെ വിമാനത്താവളം ലോകത്തിന് നമ്പർ 1 ആയിട്ടുണ്ടെന്നും 39 കോടി സ്ത്രീകള് ഒറ്റ വർഷം കൊണ്ട് അവര് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയെന്നും 4 കോടി കർഷകര് ഒറ്റ വർഷം കൊണ്ട് അവരുടെ ഇൻഷുറൻസ് വിളകൾക്ക് നൽകാൻ മുമ്പോട്ട് വന്നു തുടങ്ങി ആയിരക്കണക്കിന് നേട്ടങ്ങൾ ഇതൊന്നും പുറത്തേക്ക് കൊണ്ടുവരാതെ ഈ പത്രപ്രവർത്തനം ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാളിത് പറയണ്ടേ? അതാണ് ഞാനിത് പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.